ജോൺ സീനയുടെ ഫേസ് ടേണിന് അഥവാ ഹീറോ ആകുന്നതിന് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എലിമിനേഷൻ ചേംബർ 2025 ജോൺ സീന തന്റെ ഹീൽ ക്യാരക്ടർ അഥവാ വില്ലൻ ക്യാരക്ടറിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. റോക്ക് വന്നതിന് ശേഷമായിരുന്നു ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നടന്നത് എന്നുണ്ടെങ്കിലും റോക്കിനെ പിന്നീട് മഷിയിട്ട് നോക്കിയിട്ട് വരെ നമ്മൾ കണ്ടിട്ടില്ല. 2025 തന്നെ ജോൺ സീന തന്റെ റിട്ടയർമെന്റ് അവസാനിപ്പിക്കും എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷം ജോൺ സീന ഒരിക്കലും ഹീൽ ക്യാരക്ടർ ആയിട്ടല്ല ഫേസ് ക്യാരക്ടറായിട്ട് അഥവാ ഹീറോ ആയിട്ടായിരിക്കും റിട്ടയർ ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അതിന്റെ ഒരുപാട് സൂചനകൾ ഈ കഴിഞ്ഞ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് പേപ്പർ വ്യൂവിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ജോൺ സീന എങ്ങനെയായിരിക്കും വില്ലൻ ക്യാരക്ടറിൽ നിന്നും മാറാൻ വേണ്ടി പോകുന്നത്? ഫേസ് ക്യാരക്ടറായി കഴിഞ്ഞാൽ ജോൺ സീനയുടെ വില്ലനായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ആരായിരിക്കും? സീനയുടെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോകാൻ പോകുന്നത് ആരായിരിക്കും? ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു റെസ്ലിംഗ് മലയാളം. ആദ്യം തന്നെ നമുക്ക് നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജോൺ സീന വേഴ്സസ് CM Punk തമ്മിലുള്ള WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ചായിരുന്നു നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ നടന്നിട്ടുണ്ടായിരുന്നത്. മാച്ച് തുടങ്ങിയത് മുതൽ രണ്ടുപേരുടെയും ഫാസ്റ്റ് പേസിലുള്ള ഫൈറ്റ് തന്നെ നമ്മൾ കണ്ടു. ഫാൻസിന്റെ സൈഡിൽ നിന്നും രണ്ടുപേർക്കും നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. സീന എന്ന് പറഞ്ഞിട്ടുള്ള ചാന്റുകളും CM Punk എന്ന് പറഞ്ഞിട്ടുള്ള ചാന്റുകളും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നത് നമ്മൾ കേട്ടു. അതുപോലെ ഫാൻസ് മുഴുവൻ LED ലൈറ്റുകൾ കത്തിച്ച് അവിടെ ആഘോഷിക്കുന്നതും നമ്മൾ കണ്ടു. ഇപ്പോഴും സീനയ്ക്ക് ആ ഒരു ഓറ വിട്ടിട്ടില്ല എന്നുള്ളത് ഈ മാച്ച് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ വന്ന് മത്സരിക്കുന്ന ജോൺ സീനയെക്കാളും ഇപ്പോൾ കണ്ടിന്യൂസ്ലി മത്സരിക്കുന്ന ജോൺ സീനയ്ക്ക് നല്ല രീതിയിലുള്ള മാറ്റമുണ്ട്. നമ്മുടെ പഴയ രീതിയിലുള്ള നല്ല പെർഫോം ചെയ്യുന്ന ജോൺ സീനയാണ് ഞാൻ ഈ കഴിഞ്ഞ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൽ സീനയെ ഗോ ടു സ്ലീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പങ്ക് നോക്കുന്നതും ആ ഗോ ടു സ്ലീപ്പിൽ നിന്നും STF മൂവിലേക്ക് പങ്കിനെ സീന മാറ്റുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടു. പിന്നീട് ഒരു ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു, തോറ്റില്ല. രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു, അതിലും തോറ്റില്ല. അപ്പോഴേക്കും അതാ ദിസ് ഈസ് ഓസം ചാന്റുകളെല്ലാം തന്നെ അവിടുന്ന് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ടേൺ ബക്കിളിന്റെ മുകളിൽ കയറിക്കൊണ്ട് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് പങ്കിന് ചെയ്യാൻ വേണ്ടി സീന ശ്രമിച്ചു. പക്ഷെ അത് സീനക്ക് കഴിഞ്ഞില്ല. എന്നാലും സീന വിട്ടുകൊടുത്തില്ല. നിലത്തെത്തിയതിനു ശേഷം മൂന്നാമത്തെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് സീന കൊടുത്തു. പക്ഷെ അതിലൊന്നും തന്നെ CM Punkനെ തോൽപ്പിക്കാൻ സീനക്കായില്ല. ഇതിനുശേഷമായിരുന്നു സീന ഫേസ് ക്യാരക്ടർ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന്റെ ആദ്യത്തെ സൂചന കണ്ടിട്ടുണ്ടായിരുന്നത്. ജോൺ സീന തന്റെ ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് റിങ്ങിലേക്ക് കയറി വന്ന് പങ്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പോൾ റഫറി പറയുന്നുണ്ട്, നീ അറ്റാക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നീ ഈ ഒരു മാച്ചിൽ തോൽക്കും, ഡിസ്ക്വാളിഫിക്കേഷനിലൂടെയാണ് തോൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് സീനയുടെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് പോകില്ല. പക്ഷെ സീന തോൽക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫാൻസ് അവിടെ നിന്നും നന്നായിട്ട് ചാൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജോൺ സീന ഫാൻസിന്റെ ചാൻറ്റ് കേട്ടിട്ട് ആ ചാമ്പ്യൻഷിപ്പ് അവിടെ എറിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഫാൻസിന് വളരെയധികം സന്തോഷമായി. സീന റിങ്ങിൽ വന്ന് എപ്പോഴും പറയുന്നത് ഫാൻസ് ആണ് തന്നെ വില്ലനാക്കിയത്, ഫാൻസ് കാരണമാണ് താൻ വില്ലനായത് എന്നുള്ളതെല്ലാം തന്നെയാണ്. അപ്പോൾ ആ ഫാൻസ് കാരണം തന്നെ ജോൺ സീന ഒരു ഫേസ് ക്യാരക്ടർ ആകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫാൻസ് പറഞ്ഞത് കാരണം സീന ഹീൽ ക്യാരക്ടറിൽ നിന്നും ഫേസിലേക്ക് മാറുന്ന ഒരു തരത്തിലുള്ള സ്റ്റോറി ലൈൻ ആയിരിക്കും WWE കൊണ്ടുവരാൻ ചാൻസ് ഉള്ളത്. അങ്ങനെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് അവിടെ ഇട്ടതിന് ശേഷം CM Punk ഒരു GTS ചെയ്തു. പക്ഷേ സീന തോറ്റില്ല. പിന്നീട് ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സീന അറിയാതെ റഫറിയെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. ഉടനെ തന്നെ GTS ചെയ്തു പങ്ക്. പക്ഷേ റഫറി അവിടെ എവിടെയുമില്ലായിരുന്നു. പങ്ക് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് റഫറിയെ വിളിക്കുകയുണ്ടായി. പക്ഷെ വന്നത് റഫറി ആയിരുന്നില്ല, റഫറിയുടെ മേലുള്ള സെത്ത് ഫ്രീക്കിംഗ് റോളിങ്സ് ആൻഡ് ഹിസ് ടീം. അത് പ്യുവർ ഗൂസ് ബം മൊമെന്റ് തന്നെയായിരുന്നു. എല്ലാവരും റഫറിയെ പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടായിരുന്ന സമയത്ത് സെത്ത് റോളിങ്സിന്റെ കിഡിലെ മ്യൂസിക്കുമായിരുന്നു അവിടെ കേട്ടിട്ടുണ്ടായിരുന്നത്. റോളിങ്സ് ആവട്ടെ ബ്രോൺ ബ്രേക്കറെയും ബ്രോൺസൺ റീഡിനെയും കൊണ്ട് പങ്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു. അവർ രണ്ടുപേരും കൂടി നന്നായിട്ട് പങ്കിനെ അറ്റാക്ക് ചെയ്ത് അനൗൺസർ ടേബിളിന്റെ മുകളിലേക്ക് എടുത്തിടുകയുണ്ടായി. അപ്പോൾ തന്നെ റോളിങ്സ് റെസ്ൽമേനിയയിൽ താൻ ക്യാഷ് ഇൻ ചെയ്തതുപോലെ തന്നെ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ ക്യാഷ് ഇൻ ചെയ്യാൻ വേണ്ടി തന്റെ പഴയ ആ റഫറിയെ വീണ്ടും വിളിക്കുകയുണ്ടായി. ആ റഫറി അതേ ഓട്ടം തന്നെ ഓടി വന്നു. പക്ഷേ ഇത്തവണ നമ്മുടെ സീനയുടെ മുൻപിലേക്കായിരുന്നു ഓടി വന്നിട്ടുണ്ടായിരുന്നത്. സീന റഫറിയെ ഒരൊറ്റ തള്ളു. റഫറി അതാ തെറിച്ച് അപ്പുറത്തെ മൂലയിലേക്ക് പോയി വീണു. സീന എന്നിട്ട് റിങ്ങിലെത്തിയിട്ട് നീ എന്താണ് ചെയ്യുന്നത് എന്നെല്ലാം തന്നെ പറഞ്ഞ് സെത്ത് റോളിങ്സുമായിട്ട് ഫൈറ്റ് നടത്തുകയുണ്ടായി. സീന റോളിങ്സിനെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയുണ്ടായി. അപ്പോഴത്തെ റോളിങ്സിനെ രക്ഷിക്കാൻ വേണ്ടി ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും കൂടി വന്ന് സീനയെ അറ്റാക്ക് ചെയ്യുന്നു. സീനയെ നന്നായിട്ട് പൊതിരെ തല്ലുന്നു. അപ്പോൾ സീനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ അതോ ബ്രോൺ ബ്രേക്കറിനെതിരെയുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടോ പെൻഡ വന്നു. പക്ഷെ പെൻഡയ്ക്കും ബ്രോൺ ബ്രേക്കറിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനായില്ല. അപ്പോഴേക്കും പെൻഡയെ രക്ഷിക്കാൻ വേണ്ടി പെൻഡയുടെ കൂടെ നിൽക്കാൻ വേണ്ടി സാമി സെയിൻ വന്നു. പെൻഡയും സാമി സെയിനും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ബ്രോൺ ബ്രേക്കർ അറ്റാക്ക് ചെയ്ത് ബാക്ക് സ്റ്റേജിലേക്ക് പോവുകയുണ്ടായി. അപ്പോഴേക്കും റിങ്ങിൽ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ടായിരുന്ന ബ്രോൺസൺ റീഡ് സീനയുടെ മുകളിലേക്ക് ഒരു സുനാമി ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു. ടേൺ ബക്കിളിന്റെ മുകളിൽ കയറിയപ്പോഴേക്കും CM Punk പുറകിൽ നിന്നും വന്ന് ബ്രോൺസൺ റീഡിനെ തള്ളി താഴെയിടുകയുണ്ടായി. ജോൺ സീന ബ്രോൺസൺ
റീഡിനോട്ട് ഒരു ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കുകയുണ്ടായി. സീനയും പങ്കും ഒരുമിച്ച് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് റോളിൻസിന്റെ ടീമിനെതിരെ മത്സരിച്ചത് എന്നുള്ളതുകൊണ്ട് പങ്ക് സീനയ്ക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തു. സീന അത് ഷേക്ക് ഹാൻഡ് സ്വീകരിച്ചു, എന്നിട്ട് ഒരു ഹഗ് കൊടുത്തു. ജോൺ സീന പണ്ട് എലിമിനേഷൻ ചാമ്പറിൽ ഹഗ് ചെയ്താൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. അത് തന്നെയാണ് ഇവിടെയും ഉണ്ടായത്. സീന പങ്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ പങ്കുണ്ടോ വിട്ടുകൊടുക്കുന്നു. പങ്ക് ഉടനെ തന്നെ ആ അറ്റാക്ക് മാറ്റിയിട്ട് അതൊരു ഗോ ടു സ്ലിപ്പ് ആക്കി സീനയുടെ മുകളിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതാ വരുന്നു സെത്ത് ഫ്രീക്കിംഗ് റോളിൻസ് തന്റെ ബ്രീഫ് കേസ് ഉപയോഗിച്ച് സി എം പങ്കിന്റെ മോന്തക്കിട്ടടിച്ചു. സി എം പങ്കിനിട്ട് ഒരു സ്റ്റോംപ് കൊടുത്തു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ജോൺ സീന റോളിൻസിനെ എടുത്ത് റിങ്ങിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പിൻ ചെയ്ത് ജോൺ സീന ഈസ് ദ WWE ചാമ്പ്യൻ. മാച്ചിൻ്റെ ഏറ്റവും അവസാനം ജോൺ സീന റോളിൻസിൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്നതും റോളിൻസ് വളരെയധികം ദേഷ്യം കൊണ്ട് മുഖം ചുവന്ന് നിൽക്കുന്നതും നമ്മൾ കണ്ടു. മിക്കവാറും സെത്ത് റോളിൻസ് വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള ഒരു ഫ്യൂഡ് അവിടെ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ആ ഒരു മാച്ചിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് ജോൺ സീന മാറാനും ഫാൻസ് ഫേസ് ക്യാരക്ടർ ആവാൻ വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ സീന ഫേസ് ക്യാരക്ടർ ആയി മാറാനുള്ള ഒരു ചാൻസാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ ഹീൽ ക്യാരക്ടറായിട്ട് WWE നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് സെത്ത് റോളിൻസിൻ്റെ ടീം. അപ്പോൾ ആ ഒരു ടീമിനെതിരെ ജോൺ സീന വരികയാണെന്നുണ്ടെങ്കിൽ ജോൺ സീനയ്ക്ക് പെട്ടെന്ന് തന്നെ ഫേസ് ക്യാരക്ടറായി മാറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജോൺ സീന ഫേസ് ക്യാരക്ടർ ആവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ശത്രുവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സെത്ത് റോളിൻസും അദ്ദേഹത്തിന്റെ ടീമായിട്ടുള്ള ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും കൂടിയുള്ള ആ ഒരു ടീം തന്നെയാണ്. എന്തായാലും സെത്ത് റോളിൻസ് തന്റെ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് ഇനി ജോൺ സീനയുടെ WWE ചാമ്പ്യൻഷിപ്പിൽ തന്നെയായിരിക്കും ക്യാഷ് ഇൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത്. ഒരിക്കലും ഗുന്തറിന്റെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. പിന്നീട് അടുത്തതായിട്ടുള്ള സ്റ്റോറി കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ സ്ലാം 2025 ഇപ്പോൾ ജോൺ സീന വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള മാച്ചാണ് WWE കൺഫേം ചെയ്ത് വെച്ചിട്ടുള്ളത്. കോഡി റോഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹീൽ ക്യാരക്ടറായി മാറാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനം നടന്നിട്ടുണ്ടായിരുന്ന ഒരു അപ്പിയറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ ഫേസ് ക്യാരക്ടറിന്റെ അവസാന നാളുകളാണ് ഇപ്പോൾ നിൽക്കുന്നത്, താൻ ഇനി അധികം നാൾ ഫേസ് ക്യാരക്ടർ ചെയ്യില്ല എന്ന്. അപ്പോൾ ഉടനെ തന്നെ കോഡി റോഡ്സിന്റെ ഒരു ഹീൽ ടേൺ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സമ്മർ സ്ലാമിൽ ഇനി റോക്ക് റിട്ടേൺ ചെയ്ത് കോഡി റോഡ്സിനെ വില്ലനാക്കി ജോൺസിനെതിരെ തിരിയിപ്പിച്ചാലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമ്മർ സ്ലാമിന് ശേഷമുള്ള തന്റെ റിട്ടയർമെന്റ് ടൂറിൽ ജോൺസിനെ പക്കാ ഫേസ് ക്യാരക്ടറായിട്ട് തന്റെ ഫാൻസിന് വേണ്ടിയിട്ട് ഫാൻസിന് മുഴുവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല രീതിയിൽ മാച്ചുകൾ കളിച്ചാലോ? അത് സൂപ്പറായിരിക്കില്ലേ? അങ്ങനെ നടക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സീനയുടെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഹീൽ കോഡി റോഡ്സ് തന്നെയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് വിജയിച്ചിട്ടുള്ള സെത്ത് ഫ്രീക്കിംഗ് റോളിൻസ് ആണ്. ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ജോൺ സീനയെ തോൽപ്പിച്ചുകൊണ്ട് ആ ചാമ്പ്യൻഷിപ്പ് വിജയിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു സമയത്ത് ജോൺ സീന ഫേസ് ക്യാരക്ടറായിട്ട് മാറുമെന്ന് തന്നെയാണ് എൻ്റെ പ്രഡിക്ഷൻ. നിങ്ങൾക്ക് നൈറ്റ് ഓഫ് ചാമ്പ്യൻസിലെ ഇവരുടെ ഈ മാച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മൊമെന്റ് ഏതാണ്? വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത ആഴ്ച ഏതെങ്കിലും വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഗായ്സ്.